അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് യാസീൻ. ഞാൻ എടവണ്ണയാണ് സ്ഥലം. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. തൗഹീദും ഷിർക്കും ചർച്ച ചെയ്യുമ്പോൾ പൊതുവെ സുന്നി മുജാഹിദ് തർക്കമാണ് വാദപ്രതിപാദനങ്ങൾ കാണാറുള്ളത്. ജമാഅത്തെ ഇസ്ലാമി കാണാറില്ല. അതെന്തുകൊണ്ടാണ്? സലഫികളുടെയും ജമാഅത്തെ ഇസ്ലാമിൻ്റെയും തൗഹീദ് ഒന്നാണോ, അതോ വല്ല വ്യത്യാസമുണ്ടെന്നാണ് എൻ്റെ ചോദ്യം. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് സഹോദരൻ ഉന്നയിച്ചത്. വിഷയാവതരണത്തിൽ തന്നെ സൂചന ബഹുമാനായ ഫൈസൽ മൗലവി നൽകിയിരുന്നു. ഇൻഷാ അല്ലാഹ് മുജാഹിദുകളും നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ആദർശം ഉൾക്കൊണ്ടിട്ടുള്ള ആളുകളും തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എവിടെയാണ് വേർതിരിവുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് വിശദീകരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ മാലിക് സലഫിയെ ആദരപൂർവ്വം ക്ഷണിക്കും. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ പരിശ്രമിക്കണം എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അഥവാ തൗഹീദ് ഇസ്ലാമിൻ്റെ ജീവൻ എന്ന വിഷയത്തിൽ നടക്കുന്ന ഈ മുഖാമുഖത്തിൽ സഹോദരൻ്റെ സംശയം, കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി അവരുടെ ആദർശം തൗഹീദുമായി ഏറ്റുമുട്ടുന്നുണ്ടോ, അതല്ല അവർക്ക് തൗഹീദിൽ വല്ല അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. നമുക്കറിയാം, ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിൻ്റെ അടിസ്ഥാന പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളത്. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ആണിക്കല്ലായ ഫാത്തിഹ സൂറത്തിൻ്റെ മർമ്മമായ ഈ ആയത്തിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ അവർക്ക് പിഴവ് സംഭവിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ സയ്യിദ് മൗദൂദി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞ അർത്ഥം, അവിടെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധന, അനുസരണം, അടിമവേല, ഈ മൂന്ന് അർത്ഥങ്ങളും ഒരുപോലെ സങ്കല്പിക്കണം. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമെന്നാണ്. ഈ ഒരു ആശയം ജമാഅത്തെ ഇസ്ലാമിയിലൂടെ കടന്നു വന്ന ആ ദിവസം തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട പണ്ഡിതന്മാർ ജമാഅത്ത് സുഹൃത്തുക്കളെ തെര്യപ്പെടുത്തിയ കാര്യമാണ്. ഇത് പുതിയൊരു അർത്ഥകൽപ്പനയാണ്. ഇത് മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ലാത്തൊരു പുതിയ ആദർശമാണ്. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന് ഘടകവിരുദ്ധമായ പുതിയൊരു ആദർശമാണ്. ഇത് മൗദൂദി സാഹിബിന് മുമ്പ് ലോകത്തൊരു മനുഷ്യനും പറയാത്ത അർത്ഥകൽപ്പനയാണ്. ഇത് വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞു. ഇത് പറഞ്ഞു എന്ന് മാത്രമല്ല, ജമാഅത്തെ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും വലിയ നേതാവും പണ്ഡിതനുമായ EN ഇബ്രാഹിം മൗലവി, അദ്ദേഹം മുജാഹിദുകളുമായി നടത്തിയൊരു സംവാദത്തിൽ മുജാഹിദ് പക്ഷത്തു നിന്ന് ചോദ്യം ഇതാണ്: ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ മൗദൂദി സാഹിബ് പറഞ്ഞ ആരാധന, അനുസരണം, അടിമവേല എന്നീ മൂന്നർത്ഥങ്ങളും ഒരുമിച്ച് പരിഗണിക്കണമെന്ന് മൗദൂദി സാഹിബിന് മുമ്പ് ലോകത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് മുജാഹിദുകളുടെ ചോദ്യം. അതിന് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ
പണ്ഡിതനും ജമാഅത്തെ ഇസ്ലാമിയുടെ വലിയ നേതാവുമായ വ്യക്തി കൊടുത്ത മറുപടി, മൗദൂദി സാഹിബിന്റെ മുമ്പ് ലോകത്ത് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഇതാ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സംസാരം ഒന്ന് കേൾക്കാം. ഇയ്യാക നഅ്ബുദുവാണ് വിഷയം. തൗഹീദും ശിർക്കുമാണ് നമുക്ക് വേർതിരിക്കേണ്ടത്. തൗഹീദും ശിർക്കുമായി വകതിരിയുന്നതാണ് പ്രശ്നം. അതുകൊണ്ട് ഇയ്യാക നഅ്ബുദു എന്ന ആയത്തിൽ പ്രയുക്തമായ ഇബാദത്ത് എന്ന പദത്തിന് മൗദൂദി സാഹിബ് നൽകിയ അടിമത്വം, അനുസരണ, ആരാധന എന്നിങ്ങനെയുള്ള ഈ മൂന്നർത്ഥങ്ങളും ഒരുപോലെ ഒരേ സമയം ആ ആയത്തിന്, ആ വാക്കിൽ ബാധകമാണ്. ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്താൽ ശിർക്കാകും, അനുസരണം ശിർക്കാകും, അടിമവേല ശിർക്കാകും എന്ന ഒരേ രീതിയിൽ ബാധകമാണെന്ന മട്ടിൽ അതിനു മുൻപ് ആരാണ് പറഞ്ഞിട്ടുള്ളത്? അതിന്റെ രേഖ ഉദ്ധരിക്കണം. ആ ഗ്രന്ഥത്തിന്റെ പേജ് നമ്പർ പറഞ്ഞാൽ മതിയാകും. ഇബാദത്ത് എന്ന പദത്തിന് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ അർത്ഥത്തിൽ ആരാധന, അനുസരണം, അടിമത്വം ഈ മൂന്നർത്ഥവും പരിഗണിക്കണം എന്ന് മൗദൂദിക്ക് മുമ്പ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം പിന്നെ മറുപടി. അത് നേരത്തെ അവിടെ പറഞ്ഞിട്ടുണ്ട്. രണ്ടർത്ഥം അദ്ദേഹം എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ആരാധന എന്നുള്ള അർത്ഥം ആരും പറഞ്ഞിട്ടില്ല. മൂന്നർത്ഥവും പരിഗണിക്കണം എന്ന് അദ്ദേഹം മാത്രമാണ് പറഞ്ഞത്, വേറെ ആരും പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആദർശമാണ് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആദർശം. ആ ആദർശത്തിൽ മൗദൂദി സാഹിബ് കണ്ടെത്തിയ ആശയം, ലോകത്ത് മൗദൂദി സാഹിബിന് മുമ്പ് ലോകത്തൊരു മനുഷ്യനും ഒരു അഹ്ലുസുന്നയിൽ പോയിട്ട് ഒരു അഹ്ലു ബിദ്അത്തിന്റെ ആള് പോലും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണ് ബുദ്ധിയുള്ള മനുഷ്യന്മാർ മനസ്സിലാക്കേണ്ടത്? ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ആദർശം അത് മൗദൂദി സാഹിബിന്റെ ശേഷം വന്നൊരു പുതിയ ആദർശമാണ്. അതിനു മുമ്പ് മുസ്ലിം ലോകത്ത് ഒരു പണ്ഡിതനോ അതല്ലെങ്കിൽ ഒരു പിഴച്ച കക്ഷിക്ക് പോലും പരിചയമില്ലാത്ത ഇസ്ലാമിന്റെ ആണിക്കല്ലായ ആദർശത്തിൽ വെള്ളം ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമതായി ഇവർക്ക് സംഭവിച്ച വലിയൊരു പിഴവ്. ഇത് നമുക്കറിയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ലാ മഅബൂദ ബിഹഖ്ഇൻ ഇല്ലല്ലാഹ്. ലോകത്ത് അഹ്ലുസുന്നക്കിടയിൽ തർക്കമില്ലാത്ത, ഒരിക്കലും തർക്കിക്കേണ്ടതില്ലാത്ത വിധം സുവ്യക്തമായ ഒരു വിശദീകരണമാണ് ലാ മഅബൂദ ബിഹഖ്ഇൻ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന ആശയം അതല്ല. കേട്ടോളൂ, അള്ളാഹുവിന്റെ മാത്രം കൽപ്പനകൾ പിൻപറ്റുക എന്ന തൗഹീദാണ് തൗഹീദാണ് മറ്റെല്ലാ തൗഹീദിന്റെ ഇനങ്ങളെയും ഉൾക്കൊള്ളുന്ന തൗഹീദ്. കൽപ്പിക്കാനും വിധിക്കാനും അവകാശം അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കുക, ഇതാണ് ഇസ്ലാമിന്റെ അർത്ഥം തന്നെ. എന്ന് പറഞ്ഞാൽ ലാ മുത്തിഅ ഇല്ലല്ലാഹ്, അതല്ലെങ്കിൽ ലാ ഹാക്കിമ ഇല്ലല്ലാഹ്. അള്ളാഹു അല്ലാതെ വിധിക്കാൻ അത് അർഹതയുള്ളവർ മറ്റാരുമില്ലെന്നും അള്ളാഹു അല്ലാതെ അനുസരിക്കപ്പെടാൻ മറ്റാരും ഇല്ലെന്നും ഇതാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം. ഇത് വളരെ വ്യക്തമായ വഴികേടാണെന്ന് നമുക്ക് കൃത്യമായി അറിയാം. കാരണം അള്ളാഹു അല്ലാതെ അനുസരിക്കപ്പെടാൻ മറ്റാരുമില്ല എന്നതാണ് തൗഹീദിന്റെ അർത്ഥമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യമാണ് അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കണം. അതേ സമയത്ത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹിനെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ആരാധനാ സമം അനുസരണം. അള്ളാഹുവിന് മാത്രമേ അനുസരണം ഉണ്ടാകാൻ പാടുള്ളൂ എന്നത് ഇസ്ലാമിന്റെ ആദർശങ്ങൾക്കും ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്കും ഘടകവിരുദ്ധമായ ഒരു ആദർശമാണ്. അതാണ് ജമാഅത്ത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഇത് മാത്രമല്ല, നമുക്കറിയാം അഹ്ലുസുന്നയുടെ നിലപാടെന്താണ്? അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അള്ളാഹുവിന്റെ സിഫാത്തുകൾ വ്യാഖ്യാനിക്കാൻ പാടില്ല. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന്റെ അർശിൽ ഇസ്തിവ ചെയ്തിരിക്കുന്നു, ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് പറയണം. പക്ഷേ അതിന് പിഴച്ച കക്ഷികളായിട്ടുള്ള ജഹ്മിയാക്കളും അതുപോലെ തന്നെ മറ്റു പിഴച്ച കക്ഷികളും പറഞ്ഞു ഇസ്തൗല എന്നാണ് അർത്ഥം. അവിടെ അള്ളാഹു അർശിൽ ഇസ്തിവ ചെയ്തു എന്ന് പറഞ്ഞാൽ അള്ളാഹു അധികാരം പിടിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഇതേ അർത്ഥമാണ് ജമാഅത്തിന്റെ നേതാക്കന്മാർ അവരുടെ പരിഭാഷകൾ എഴുതി വച്ചിരിക്കുന്നത്. അതേ പിഴച്ച കക്ഷിയുടെ വ്യാഖ്യാനമാണ് മലയാളത്തിൽ അവർ ഇറക്കി പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മാത്രവുമല്ല, അള്ളാഹുവിന്റെ ഏറ്റവും ഉന്നതമായ
സവിശേഷമായ വിശേഷണമാണ് അള്ളാഹുവിന്റെ ഉലൂവ് എന്നുള്ളത്. അള്ളാഹു നമ്മുടെ ഉപരിയിലാണ്. ആമിൻതും മൻ ഫിസ് സമായി, ആകാശത്തുള്ളവനെന്ന് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഉലൂവിനെ നിഷേധിക്കുന്ന വരികളാണ് സൂറത്ത് മുൽക്കിന്റെ വ്യാഖ്യാനത്തിൽ തഫ്ഹീമാത്തുൽ ഖുർആനിൽ ഉറുദുവിലും മലയാളത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് മാത്രമല്ല, യഥാർത്ഥത്തിൽ പ്രമാണങ്ങളെ മനസ്സിലാക്കുന്നതിൽ സലഫ് സ്വാലിഹിന്റെ വ്യാഖ്യാനങ്ങളിൽ നിന്നും സലഫ് സ്വാലിഹിന്റെ ഫഹമുകളിൽ നിന്നും തികച്ചും പിഴച്ചുപോയ ഒരു ആദർശത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരുള്ളത്. നമുക്കറിയാം, ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് പ്രധാനപ്പെട്ട സാങ്കേതിക ശബ്ദങ്ങളാണ് റബ്ബ്, ഇലാഹ്, ദീൻ, ഇബാദത്ത്. ഇത് മൗദൂദി സാഹിബിന്റെ ഖുർആനിലെ 4 സാങ്കേതിക ശബ്ദങ്ങൾ എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഇദ്ദേഹം സമർത്ഥിക്കുന്നത് ഈ 4 പദങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഈ 4 പദങ്ങളും സുഗ്രാഹ്യമായിരുന്നു, എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷെ കുറേ നൂറ്റാണ്ട് കാലം, പ്രവാചകന്റെ കാലശേഷമുള്ള ഒരുപാട് നൂറ്റാണ്ട് കാലം ഈ 4 പദങ്ങളുടെ അർത്ഥങ്ങൾ മുസ്ലിം ലോകത്തിന് ഗോപ്യമായിരുന്നു, മുസ്ലിം ലോകത്തിന് ആർക്കും അറിയാതിരുന്നു. പിന്നെ മൗദൂദി സാഹിബാണ് ഇതിന്റെ ശരിയായ അർത്ഥം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എന്നാണ് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. ഇത് മുസ്ലിം ലോകത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വാദമാണ്. എന്തുകൊണ്ട്? റബ്ബ്, ഇലാഹ്, ദീനി, ഇബാദത്ത് ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശമാണ്, അടിസ്ഥാന സാങ്കേതിക പ്രയോഗങ്ങളാണ്. അത് മുസ്ലിം ലോകത്ത് ഗോപ്യമായിരുന്ന അല്ലെങ്കിൽ മുസ്ലിം ലോകത്തിന് അറിയാത്ത ഒരു കാലഘട്ടവും കഴിഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ്. ഇനിയോ ഇസ്ലാമിന്റെ 2ാം പ്രമാണം, ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽപ്പെട്ടതാണ് ഹദീസുകൾ. ഈ ഹദീസുകളോടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായി വന്ന ഹദീസുകൾ എത്രത്തോളം വെച്ചാൽ മൗദൂദി സാഹിബ് പോലും അംഗീകരിച്ച ഹദീസുകൾ പോലും ജമാഅത്തെ ഇസ്ലാമിക്കാർ തള്ളിക്കളയുന്നു. എൻ്റെ കയ്യിലുള്ള ഒരു സിഹിർ എന്ന് പറയുന്ന ടി മുഹമ്മദ് സാഹിബ് എന്ന് പറയുന്ന വലിയ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് എഴുതിയ പുസ്തകമാണ്. ഇതിൽ സിഹിറുമായി കൊണ്ട് ബന്ധപ്പെട്ട മുഴുവൻ ഹദീസുകളെയും നിഷേധിക്കുന്നു. ബുഖാരിയും മുസ്ലിമും അടക്കമുള്ള ഹദീസിന്റെ ഗന്ധങ്ങളെ ഉദ്ധരിച്ച മുഴുവൻ ഹദീസുകളെയും നിഷേധിച്ചുകൊണ്ട് ഐപിഎച്ച് പുറത്തിറക്കിയ പുസ്തകമാണ്. സ്വഹീഹായ ഹദീസുകളെ നിഷേധിക്കുന്നു. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന വലിയ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവാണ് ഒ അബ്ദുറഹ്മാൻ സാഹിബ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം പ്രബോധനത്തിന്റെ ഹദീസ് പതിപ്പിലെഴുതിയ ലേഖനത്തിൽ സഹീഹുൽ ബുഖാരിയിലെ ഹദീസിനെ കുറിച്ച് പൊട്ടൻ കഥ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പൊട്ടൻ കഥ. റസൂലുള്ളാഹി പറഞ്ഞ, ഇമാം ബുഖാരി ഉദ്ധരിച്ച, മുസ്ലിം ലോകത്ത് തർക്കമില്ലാതെ സ്വീകരിച്ചു വരുന്ന ഹദീസിനെ കുറിച്ച് ഇന്നത്തെ നേതാവ് പറഞ്ഞത് എന്താണ്? പൊട്ടൻ കഥ. നമുക്കറിയാം, ഇപ്പൊ മഹദിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഹ്ലുസുന്ന അംഗീകരിക്കുന്ന ഒരു മഹദിയുണ്ട്, പക്ഷെ ജമാഅത്തെ ഇസ്ലാമിക്കാരെ മഹദി അംഗീകരിക്കൂല. മഹദി എന്ന മിഥ്യ എന്ന് പറയുന്ന പുസ്തകം അവർ ഐപിഎച്ച് പുറത്തിറക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് വ്യതിയാനങ്ങൾ തൗഹീദിന്റെ വിഷയത്തിലും മൻഹജിന്റെ വിഷയത്തിലും ഒക്കെ ഉണ്ട്. മാത്രമല്ല, ദീനും ദുനിയാവും അത് രണ്ടും ഒന്നാണ്. അത് രണ്ടും രണ്ടായി സലഫികൾ വിശദീകരിക്കുമ്പോൾ അത് തെറ്റായി വിശദീകരിക്കുന്ന വ്യാഖ്യാനങ്ങൾ ജമാഅത്തെ ഇസ്ലാമിന് കാണാൻ കഴിയും. അല്യൗമ അക്മൽതു ലക്കും ദീനക്കും എന്നാണ് അല്ലാഹു പറഞ്ഞത്. നിങ്ങൾക്ക് ദീനാ പൂർത്തീകരിച്ചത്, ദുനിയാവ് പൂർത്തീകരിച്ചിട്ടില്ല. അൻതും അഅലമു ബി ഉമൂരി ദുനിയാക്കും, നിങ്ങളാണ് നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യം കൂടുതൽ അറിയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ദീനിന്റെ കാര്യം റസൂലുള്ളാഹിക്ക് അറിയാം, ദുനിയാവ് ഒരു പക്ഷേ നമുക്കായിരിക്കും കൂടുതൽ അറിയാം. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറഞ്ഞ ദീനും ദുനിയാവും ഒന്നാണ്. അത് മാത്രമല്ല, ഇബാദത്തിന് അനുസരണമെന്ന അർത്ഥകൽപ്പന കൽപ്പിച്ചപ്പോൾ അള്ളാഹു അല്ലാത്ത അല്ലെങ്കിൽ ഇസ്ലാമികമല്ലാത്ത ഗവൺമെന്റുകളെ അനുസരിക്കൽ ശിർക്കാണ്, വോട്ട് ചെയ്യൽ ശിർക്കാണ് എന്നൊക്കെ ഒരുപാട് കാലം ഇവിടെ പറഞ്ഞു നടന്നിരുന്ന ഒരവസ്ഥ നമ്മുടെ സുഹൃത്തുക്കൾക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകളെയും സുന്നത്തുകളെയും പരിഹസിക്കുന്ന വാചകങ്ങൾ വരെ അവിടെ പ്രസിദ്ധീകരണങ്ങൾ കാണാൻ കഴിയും. താടിയുമായി ബന്ധപ്പെട്ട ഹദീസുകളെ സംബന്ധിച്ചും അതുപോലെ തന്നെ നെരിയാണിക്കുകൾ മുകളിൽ വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ചുമൊക്കെ മിനിസ്കർട്ട് എന്നും ബാർബറുടെ കരങ്ങൾ സ്പർശിക്കാത്ത താടി രോമങ്ങളും അതുപോലെ തന്നെ വായകിൽ സദാ തത്തിക്കളിക്കുന്ന അറാക്കിന്റെ കൊള്ളികൾ എന്നൊക്കെ പറഞ്ഞ് മിസ്വാക്കിനെയൊക്കെ പരിഹസിക്കുന്ന വരികൾ നമുക്കവിടെ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ കാണാൻ കഴിയും. ഇതൊക്കെ പുറമെ നമുക്കറിയാം, ഇന്നിപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളെ സംബന്ധിച്ച് ഉള്ള നിലപാടുകൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീനുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പല ഇഖ്വാനി ചിന്താഗതിക്കാരും ഇസ്ലാമിക രാജ്യങ്ങളിലെ ഭരണാധികാരികളെ മോശമായി ചിത്രീകരിക്കുകയും അവർക്കെതിരെ യുദ്ധം അല്ലെങ്കിൽ അവർക്കെതിരെ ഇറങ്ങി പുറപ്പെടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ അഹ്ലുസുന്നയുടെ വിഷയത്തിലെ നിലപാടെന്താണ്? ഇമാം തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിക്കൊണ്ട് കൃത്യമായിക്കൊണ്ട് കാണാം, വലാ നറൽ ഖുറൂജ അലാ അയിമ്മത്തിന വ ഉലാത്തി ഉമൂരിന,
നമ്മുടെ ഭരണാധികാരികൾക്കെതിരെ നാം ഒരിക്കലും ഇറങ്ങി പുറപ്പെടുകയില്ല. അതുപോലെ തന്നെ വൈൻജാറു, അവർ എത്ര തന്നെ അതിക്രമകാരികളാണെങ്കിലും വലാ നദ്ഉ അലൈഹിം, അവർക്കെതിരെ നാം പ്രാർത്ഥിക്കുകയില്ല. വലാ നൻസിഉ യദം മിൻ തഅതിഹിം, അവരുടെ അനുസരണത്തിൽ നിന്ന് നാം ഒരിക്കലും നമ്മുടെ കൈകൾ ഊരുകയില്ല. വനറാ തഅതുഹും മിൻ തഅത്തില്ല, അള്ളാഹുവിനുള്ള അനുസരണമായി കൊണ്ടാണ് അവർക്കുള്ള അനുസരണത്തെ നാം കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് അഹ്ലുസുന്നത്തിന്റെ നിലപാടാണ്. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ നിലപാട്. പക്ഷേ ജമാഅത്ത് ഇസ്ലാമിക്കാർ പഠിപ്പിക്കുന്ന ആ നിലപാടല്ല. ഇത് ജമാഅത്ത് ഇസ്ലാമിക്കാർ പുറത്തിറക്കിയ സലഫിസം എന്ന് പറയുന്ന ഡോക്ടർ അബ്ദുസ്സലാം വാണിയമ്പലത്തിന്റെ പുസ്തകമാണ്. ഇതിൽ അദ്ദേഹം പറയുന്നത് ഭരണാധികാരികൾക്കെതിരെ കൃത്യമായി കൊണ്ട് നമ്മൾ ഇറങ്ങി പുറപ്പെടണം. അക്രമിയായ ഭരണാധികാരിയെ നിഷ്കാസനം ചെയ്യുക എന്നതാണ് ദീനിൽ അടിസ്ഥാനമെന്നും അത് സാധിക്കാത്തപ്പോൾ സ്വീകരിക്കുന്ന വിട്ടുവീഴ്ച മാത്രമാണ് അയാളെ അനുസരിച്ച് കഴിയൽ എന്നും ഇതിൽ നിന്നും വ്യക്തമാണ്. ഇത് ഒരിക്കലും അഹ്ലുസുന്നത്തിന്റെ വാദമല്ല, ഇത് ഖവാരിജിയത്തിന്റെയും മുഅ്തസിലിയത്തിന്റെയും വാദമാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഷിയായിസത്തിന് വളം വെച്ചു കൊടുക്കുന്നതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എൻ്റെ കയ്യിലുള്ളത് അലി ശരീഅത്ത് ഇറക്കിയ അലി ശരീഅത്തിയുടെ രക്തസാക്ഷ്യം എന്ന് പറയുന്ന പുസ്തകമാണ്. അലി ശരീഅത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ ചീത്ത പറയുന്ന, റസൂലുള്ളാഹിന്റെ സഹാബത്തിനെ കാഫറായി വിശ്വസിക്കുന്ന ഒരു ലോകത്ത് അറിയപ്പെട്ട ശീഈ നേതാവാണ് ഇയാൾ. ഇയാളുടെ പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു സി ഹംസ. അദ്ദേഹം ഇന്ന് സമസ്തയിലുള്ള ആളാണ്. പക്ഷേ ഈ പുസ്തകത്തിന് അവതാരിക എഴുതി കൊടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ ടി മുഹമ്മദ് സാഹിബ് എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വലിയ നേതാവാണ്. ഒരു ശീഈയുടെ ഗ്രന്ഥം മലയാളത്തിൽ ഇറക്കാൻ ആശീർവാദം കൊടുത്തത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ്. ഇനി അദ്ദേഹം പറയാണ്, ഇത്തരത്തിലുള്ള കൃതികൾ കേരളത്തിന് വൈജ്ഞാനിക പ്രസക്തിയുണ്ടെന്നതിൽ പിന്നെ അതിന് വളരെയധികം പ്രസക്തിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിലപാടുകൾ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയത്തിലും പ്രമാണങ്ങൾ സ്വീകരിക്കുന്ന വിഷയത്തിലും രാഷ്ട്രീയമായ വിഷയങ്ങളിലും അതേപോലെ തന്നെ ഹാക്കിമീയത്തുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലുമെല്ലാം അഹ്ലുസുന്നയുടെ നിലപാടിൽ നിന്ന് കൃത്യമായ വ്യതിയാനം സംഭവിച്ച റൂട്ടിലൂടെയാണ് നമ്മുടെ ജമാഅത്ത് സുഹൃത്തുക്കൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കാര്യം അവർ മനസ്സിലാക്കണം എന്നുകൂടി സ്നേഹബുദ്ധിയ ഉണർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.